ഒരു ആവറേജ് മലയാളിയുടെ ഇപ്പോഴത്തെ ജീവിതം ഒരു ദിവസം തുടങ്ങുന്നത് രാഷ്ട്രീയം സംസാരിച്ചിട്ടായിരിക്കും. കേരളത്തിലെ രാഷ്ട്രീയം മാത്രമല്ല, തമിഴ്നാട്ടിലെ രാഷ്ട്രീയമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചതെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. അതിനു മുമ്പ് രാഹുൽ ഗാന്ധി കേരളത്തിൽ ഒരു വേദിയിൽ സംസാരിച്ച സമയത്ത് ഒരു വനിത മുഖ്യമന്ത്രിയെ കേരളത്തിൽ നിന്ന് വേണം എന്നുള്ളൊരു തോട്ട് അങ്ങേരുടെ പേഴ്സണൽ കോളായിട്ട് അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അന്ന് സംസാരിച്ച സമയത്ത് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു ഡൗട്ട്, ശരിയാവണമെന്നൊന്നുമില്ല, തെറ്റുള്ള എല്ലാ ചാൻസും ഉണ്ട്. 100-ൽ 99% പൊളിഞ്ഞു പോകാനുള്ളൊരു ചാൻസേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ സംവെയർ ഇൻ മൈ മൈൻഡ്, ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ആൾ വരുന്നു, MLA-മാരോട് സംസാരിക്കുന്നു, എസ്പെഷ്യലി രമേശ് ചെന്നിത്തല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, പിന്നെ ഇവിടെ VD-യോട് സംസാരിക്കുന്നു, KC-യോട് സംസാരിക്കുന്നു. 3 പേരെയും കൺവിൻസ് ചെയ്തിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് കിട്ടിയല്ലോ. ഹൂ നോസ്, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇതിനിടയിൽ എങ്ങനെ തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ അപ്പുറത്തൊരു പാർട്ടി നട്ടം തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇന്ന് ഗോവിന്ദ് ബാഷ് വന്നിട്ട് അപ്രതീക്ഷിത പരാജയം കാരണം കണ്ടെത്താൻ പാർട്ടി റിവ്യൂ ചെയ്യുന്ന പറഞ്ഞത്. സിനിമ റിവ്യൂ ചെയ്യണ പോലെയാണല്ലോ. എൻ്റെ പൊന്നി ചെങ്ങായി, റിവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പ്രധാന റീസൺ ഭൂതം പിണറായി വിജയൻ, അതാണ്. ദാറ്റ് ഈസ് ദ ഓൺലി ഫാക്ടർ. നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ കാസർഗോഡ് മുതൽ അങ്ങോട്ട് തിരുവനന്തപുരം വരെ നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ട്? ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് അല്ലേ? ഈ ഫ്ലെക്സിലൊക്കെ നിങ്ങൾക്ക് ഒരൊറ്റ മുഖം മാത്രമേ കാണിക്കാനുണ്ടായിരുന്നു, ദാറ്റ് ഈസ് പിണറായി വിജയൻ. അയാളോടുള്ള വെറുപ്പാണ് മലയാളികൾ നിങ്ങൾക്ക് ഇതിൽ തരംഗമായി കാണിച്ചത്. ആ വെറുപ്പിനെ വീണ്ടും ഫ്ലക്സ് വെച്ച് മൂട്ടി വിട്ടത് നിങ്ങളാണ്. ദാറ്റ്സ് എ ഫാക്ട്. പിന്നെ നിങ്ങൾ സ്വന്തം, മനസ്സിലായില്ലേ? നിങ്ങൾ സ്വന്തം ഒന്ന് പത്രസമ്മേളനം കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു. ഇതിപ്പോൾ കൊടുക്കുമ്പോൾ വാലിഡ് ആയിട്ടൊരു റീസൺ ഒന്നും പറയാനില്ലല്ലോ, പിന്നെ എന്തിനു ഞാൻ കൊടുക്കണു എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ഇതിന് മുമ്പും കുറേ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഇതൊക്കെയാണ് റീസൺ. പിണറായി വിജയൻ, ഗോവിന്ദൻ, MM മണി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. പുഴുക്കുത്തുകൾ എടുത്ത് കളയണം. ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. കമ്മ്യൂണിസം ഇവിടെ വേണം കേരളത്തിൽ. അത് ചെറുപ്പക്കാരിലൂടെ വളരണം, മനസ്സിലായി? യങ് ബ്ലഡിലൂടെയാണ് കമ്മ്യൂണിസം വളരേണ്ടത്, അല്ലാതെ ഈ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ള റിവ്യൂ എന്നൊക്കെ ഇവർ പറയുന്നത്? റിവ്യൂ ചെയ്യാനാണെങ്കിൽ ഇങ്ങോട്ട് താ, ഞങ്ങൾ റിവ്യൂ ചെയ്തുതരാം. സിനിമ റിവ്യൂ ചെയ്യണ പോലെ മരിച്ച് കീർത്തരെ കോക്കിൻ്റെ കൊണ്ടുപോയി. കോക്ക് എന്തായാലും ഇത് റിവ്യൂ ചെയ്യണം. 3.0 ലോഡിംഗ് എന്ന് പറഞ്ഞ കോക്കാണ്. റിവ്യൂ ഒന്നും കണ്ടില്ല. റിവ്യൂ ആണെങ്കിൽ കോക്കിനെ വെച്ച് റിവ്യൂ ചെയ്താൽ നിങ്ങൾ ഈ ഒരു വിഷയം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചുറ്റും നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് എല്ലാവരുടെയും പ്രതീക്ഷ നമ്മുടെ വിജയ്, തളപതി വിജയ്, ചീഫ് മിനിസ്റ്റർ വിജയ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നിപ്പോൾ ഗവർണറെ കാണും, എല്ലാം സെറ്റാവും. കോൺഗ്രസും TVKയും തമ്മിലുള്ള ഡീലുകളെല്ലാം സെറ്റാണ്. എല്ലാം ക്ലിയറായി. 118 MLA-മാരെ കിട്ടി പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ക്ലിയറായി എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ചെക്ക് വെക്കുന്നത് ഗവർണർ. 113 പോരാ. അതായത് 113 അവർ കൃത്യമായിട്ട് MLA-യുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. ബാക്കി 5 പേരുടെ ഡീറ്റെയിൽസ് വേണം. ഡീറ്റെയിൽഡായിട്ട് ആരൊക്കെയാണ് ഈ MLA-മാർ എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ധാരണ ഗവർണർക്ക് കിട്ടണം. ഇറ്റ്സ് ജസ്റ്റ് താമര തിങ്സ്. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, തമിഴ്നാട് പൊളിറ്റിക്സ് ഇങ്ങനെ പോകുമ്പോൾ താമര വെറുതെ നോക്കിയിരിക്കുമോ? ഏത് പ്രത്യേകിച്ച് TVK കോൺഗ്രസുമായിട്ട് കൈ കൊടുക്കുമ്പോൾ താമരയ്ക്ക് ചൊറിയാനുള്ളൊരു ഗ്യാപ്പ് എവിടെയും ഇല്ലാത്തത് കൊണ്ട് മിണ്ടാതിരിക്കുന്നതാണോ, അതോ ലാസ്റ്റ് മിനിറ്റ് ചൊറിയാന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നതാണോ എന്ന് അറിയാൻ പാടില്ലല്ലോ. ഇനി എങ്ങാനും DMKയും AIADMKയും കൂടി കൈ കൊടുക്കുമോ എന്നുള്ളത് പറയാൻ പാടില്ല. കാരണം വിജയ്ക്കിട്ട് പണിയണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസും കൂടി DMK ഇങ്ങോട്ട് പോന്നപ്പോൾ അമ്മമാരെല്ലാവരും കൂടി അങ്ങനെ ഒരു പണി വെക്കുമോ, അത് അങ്ങനെ ഒരു മെജോറിറ്റി ആവുമോ എന്നുള്ളതൊക്കെ കണ്ടറിഞ്ഞൊരു വഴിക്ക് അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, സർഫസ് ലെവലിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ നമ്മൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ്. ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് തന്നെ എൻ്റെ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ട വീഡിയോസിലൂടെയാണെങ്കിലും ഓൺലൈൻ മീഡിയാസിന് കൊടുത്ത ബൈറ്റുകളിലൂടെയാണെങ്കിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഈ രമേഷ് പിഷാരടി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇപ്പോൾ പല പാർട്ടിക്കാരും പല സെലിബ്രിറ്റീസിനെയും കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഒക്കെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കുറേ ഐറ്റങ്ങളായിരുന്നു. ഈവൻ രമേഷ് പിഷാരടിയെയും ഞാൻ ആദ്യം അങ്ങനെ ഒരു ഡമ്മി സാധനം, ഒരു പപ്പറ്റ് ഐറ്റമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഡേ ബൈ ഡേ, എസ്പെഷ്യലി അഖിൽമാരാർക്കിട്ട് റിപ്ലൈ കൊടുത്ത ആ ഒരു മൊമെൻറ്റ് മുതൽ ഈ ചെങ്ങായി ഇപ്പോഴും ഒരു ക്യൂരിയോസിറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആസ് എ പൊളിറ്റീഷ്യൻ ഇയാൾ എങ്ങനെ ഇവോൾവ് ചെയ്യും?
ഇയാളുടെ രാഷ്ട്രീയം പറയുന്നത് കേൾക്കണം എനിക്ക്. മനസ്സിലായി. നമുക്ക് ചില ആളുകളിൽ ഒരു പൊട്ടൻഷ്യൽ തോന്നുമല്ലോ. ഇപ്പം എനിക്ക് രമേഷ് പിഷാരടിയിൽ ആ പൊട്ടൻഷ്യലാണ് തോന്നുന്നത്. ഒരു രാഷ്ട്രീയക്കാരനിലുപരി ചില ഉമ്മൻചാണ്ടി സാറൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു ഒരു മനുഷ്യത്വമുള്ള രാഷ്ട്രീയക്കാരൻ, പച്ച മനുഷ്യനായ രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ഐറ്റം എനിക്ക് എവിടേക്കോ ഈ ചങ്ങായിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്ന് ഞാൻ കുറച്ച് വീഡിയോസ് കാണാനിടയായി. മൂപ്പര് സിനിമയിൽ അഭിനയിക്കില്ല എന്നുള്ളൊരു വേർഷനൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് രമേഷ് പിഷാരടി പറയുന്ന ഒരു രാഷ്ട്രീയം, മുന്നോട്ട് വെക്കുന്നൊരു രാഷ്ട്രീയം, ഓക്കെ, അതെൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടറിന് ഭയങ്കരമായിട്ട് ഈ സംഗതികൾ ഇങ്ങനെ ഇത് കാണാനുള്ളൊരു ത്വര തന്നതുകൊണ്ട് നിങ്ങളെയും കാണിച്ച് എങ്ങനെ ഉണ്ടാവും രമേഷ് പിഷാരടി ആസ് എ പൊളിറ്റീഷ്യൻ ഇൻ കമ്മിങ് ഇയേഴ്സ്, ഈവൻ ഈ പറഞ്ഞ UDF ഒരു ഫേസായി മാറാൻ വരെ പൊട്ടൻഷ്യലുള്ള ഒരു വ്യക്തിയാണോ രമേഷ് പിഷാരടി എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും കോൺഫിഡൻസ് ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, പല കാര്യങ്ങളും പറയുന്നതിൽ ജനങ്ങളെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തിക്ക് എന്നുള്ളത് ഇയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ വാട്ട് ഐ ഫീൽ, നല്ലൊരു പൊളിറ്റീഷ്യൻ ആവാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു മനുഷ്യൻ എന്നാണ് പറയേണ്ടത്. ആദ്യം രമേഷ് പിഷാരടിയുടെ ഏഷ്യാനെറ്റിന് കൊടുത്ത ബൈറ്റും പിന്നെ അതിനുശേഷം നാദർഷ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലൂടെയും പോയി നോക്കാം. അല്ല, നമുക്കങ്ങനെ മുന്നൊരുക്കങ്ങൾ എടുത്ത് വരാൻ പറ്റുന്നൊരു ഗുസ്തി മത്സരം ഒന്നും അല്ല ഇത്. നമ്മളെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മളധികം അഭിനയിക്കാതിരിക്കുക, വളരെ ജെനുവിനായിട്ടിരിക്കുക. ആളുകൾ നമ്മളെ എങ്ങനെയാണോ ഇനി നമുക്കൊരു 10-20 ദിവസമൊക്കെ ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റും, 5 കൊല്ലം അഭിനയിക്കാൻ പറ്റില്ല, അതിനുള്ളിൽ നമ്മുടെ ക്യാരക്ടർ വെളിച്ചാടും. അപ്പോൾ അത് ഏറ്റവും ജെനുവിനായി ഞാൻ നിൽക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിനൊരു മുന്നൊരുക്കം ആവശ്യമില്ല, അത് നമ്മൾ വ്യക്തിത്വത്തെ പുലർത്തേണ്ട ഒരു ക്വാളിറ്റിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ നിന്നിട്ടുള്ളൂ, അല്ല അത് ജനങ്ങൾ മനസ്സിലാക്കി എന്ന് വേണം വിശ്വസിക്കാൻ. അതാണ് ദ റിയാലിറ്റി എന്ന് പറയുന്നത്. പല സെലിബ്രിറ്റി മുഖങ്ങളും ഇലക്ഷന് കാൻഡിഡേറ്റ് ആയിട്ട് നിന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ കണ്ടു. അവരൊന്നും അവർ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അങ്ങനെയല്ല നിന്നത്. അവരൊക്കെ നിന്നത് സിനിമയിൽ അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള റിയാലിറ്റി ഷോയിൽ അവരെങ്ങനെയാണ് എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ അവർ നിന്നത്. പക്ഷേ ഈ മനുഷ്യൻ ഡിഫറെൻ്റ് ആയിരുന്നു. രമേഷ് പിഷാരടി നമ്മൾ സിനിമയിൽ നമ്മൾ കാണുന്ന രമേഷ് പിഷാരടി ആയിട്ടോ റിയാലിറ്റി ഷോയിലോ അല്ലെങ്കിൽ TV ഷോകളിലൂടെയോ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയൊക്കെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു രമേഷ് പിഷാരടി ആയിട്ടോ അല്ല. പാലക്കാടിൽ ഇയാൾ കാൻഡിഡേറ്റ് ആയി നിന്നപ്പോൾ ഞാൻ വീഡിയോസിലൂടെ കാണുമ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് രമേഷ് പിഷാരടി അല്ലല്ലോ. മനസ്സിലായോ? ശരിക്കും രമേഷ് പിഷാരടിക്ക് കാണിക്കാം, ഒരു ഫാക്ടർ കാണിക്കാം. എനിക്ക് തോന്നുന്നത് ഒരു എക്സ്ട്രാ ഫാക്ടറി ആൾ ഈ പറഞ്ഞ സാധാരണക്കാരൻ എലമെൻറ്റിൽ നിന്ന്, അല്ലെങ്കിൽ രമേഷ് പിഷാരടി എങ്ങനെയാണോ എന്നുള്ളതിൽ നിന്ന് ഉപരി മുകളിലോട്ട് പോയത് ഷാഫി പറമ്പിലും രമേഷ് പിഷാരടിയും കൂടി മമ്മൂക്കാനെ വിളിച്ചതും മമ്മൂക്കാനെ കൊണ്ടുവരും പാലക്കാടിലേക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഐറ്റമാണ്. അത് മേ ബി അവരുടെ പേഴ്സണൽ ബന്ധം വെച്ച് പറഞ്ഞതായിരിക്കാം എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. വാട്ട് ഐ ഫീൽ ഇപ്പോൾ, ഓക്കെ, അപ്പം എനിക്ക് അങ്ങനെയല്ല, അപ്പോൾ എനിക്ക് ഷോ ഓഫിന് വേണ്ടി ചെയ്ത പോലെ തോന്നി. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സംസാരം കേൾക്കുമ്പോഴും ഇങ്ങനെ ക്ലാരിറ്റി മനസ്സിലാവുമ്പോഴും വാട്ട് ഐ ഫീൽ, ഇയാൾ ഭയങ്കര ജെനുവിനാണ്. മനസ്സിലായില്ല? ഇയാൾക്ക് അറിയാം, കാര്യങ്ങളറിയാം. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എങ്ങനെയാണ് ഒരു സക്സസ് സ്റ്റോറി ആയത്, ചാണ്ടി ഉമ്മൻ എങ്ങനെയാണ് ഗ്രൗണ്ട് പിടിക്കുന്നത്, വാട്ട് ഈസ് ദ എക്സ് ഫാക്ടർ ഇൻ ചാണ്ടി ഉമ്മൻ, ആ സെയിം ഓറ ഈ ചങ്ങായിക്കുണ്ട്, രമേഷ് പിഷാരടിക്കുണ്ട്. മനസ്സിലായോ? ആ ഒരു സെയിം ഓറ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ള രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് ഈ സാധനമാണ്. സ്റ്റാലിന് തമിഴ്നാട്ടിൽ ഇല്ലാതെ പോയത് ഇതാണ്. പിണറായി വിജയൻ പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ നേതാക്കന്മാർക്ക് ഇല്ലാതായി പോയത് ഈ ഓറയാണ്. അത് പാവപ്പെട്ടവരായിട്ട് കണക്ട് ചെയ്യുന്ന ഓറ, സാധാരണക്കാരായിട്ട് കണക്ട് ചെയ്യുന്ന ഓറ, ജനങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നൊരു ഓറ, അതില്ലാതായിപ്പോയി. പക്ഷേ രമേഷ് പിഷാരടിക്ക് അതുണ്ട്. ആൻഡ് അയാളത് ഓറ ഫാമിങ് ചെയ്യുന്നുമുണ്ട്. കൃത്യമായ സ്ഥലങ്ങളിൽ അയാളത് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സഞ്ജു സാംസൺ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇഷ്ടം? ദറ്റ് സീതാ സാധാ എലമെൻ്റ് ഉണ്ട്. ആ നെക്സ്റ്റ് ഡോർ ബോയ്, സീതാ സാധാ ബോയ്, ചേട്ടൻ എലമെൻറ്റ്, സാധാരണക്കാരുടെ ഒരു ഓറ ഉണ്ട് അതിനകത്ത്. അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. അത് ഓറ ഫാമിംഗ് കൂടി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരത് ഡെലിവർ ചെയ്യാൻ തുടങ്ങി. അത് ഡെലിബറേറ്റ്ലി ഡെലിവർ ചെയ്താൽ കുറച്ച് കാലമേ പിടിച്ച് വെക്കാൻ പറ്റില്ല. അല്ലാതെ അത് ഓർഗാനിക്കായിട്ട് അത് ഡെലിവർ ആയി പുറത്ത് വരുമ്പോൾ അത് ഭയങ്കര ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടറായിട്ട് മാറും ബാക്കിയുള്ളവരുടെ മുകളിൽ. അങ്ങനെ നോക്കുമ്പോൾ വരുംകാല UDF കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ ചങ്ങായിക്ക് വലിയൊരു സ്പേസ് ഉണ്ടാവും. എല്ലാ രീതിയിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്, പണിയുണ്ട്, അതൊക്കെയുണ്ട്. അപ്പോൾ ഈ പ്രധാന തൊഴിലെന്ന് പറയുന്നത് സിനിമാഭിനയവും മറ്റുമാണ്. അതൊക്കെ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോകും? അതൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെ പറയാൻ കാര്യം. നിർത്തുകയാണ് ഏതാണ്ട് പൂർണ്ണമായിട്ട് 5 വർഷത്തേക്ക് ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. മുഖ്യ വരുമാന മാർഗ്ഗം ഇല്ലാതാവും, ആവേണ്ടതാണ്. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക? സത്യത്തിൽ എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. ഈ ജനങ്ങളൊക്കെ ഉണ്ടല്ലോ,
സ്റ്റേജ് പരിപാടികൾ ഉൾപ്പെടെയാണോ 5 വർഷത്തേക്ക് മാറ്റി വയ്ക്കാൻ പറയുന്നത്? ഏതാണ്ട് അങ്ങനെ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റേജ് പരിപാടികൾ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാനൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് കുറേ നാൾ ജോലി ചെയ്ത് ഒരു സ്ഥലത്ത് ഞാനൊരാളായി, അതെൻ്റെ ഒരു അസറ്റാണ്. ഇവരിവിടെ വന്ന സമയത്ത് ഇയാൾ സിനിമാക്കാരനാണെന്നൊക്കെ പറയുന്നത് വലിയ കുറവായിട്ട് പറഞ്ഞെങ്കിലും അത് സത്യത്തിൽ എൻ്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, എൻ്റെ ഒരു അസറ്റാണ്. ആ അസറ്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് അവസരം വന്നാലും ഞാനത് ഉപയോഗിക്കും. ഒരാൾ ഒരിടം വരെ പോയി അത് ഇവിടത്തേക്ക് ഒരു ഗുണമാകും എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് പോവുകയും ചെയ്യുകയും ചെയ്യും. അല്ല വ്യക്തിപരമായ ആവശ്യത്തിന് അതങ്ങനെ തുടരാൻ സാധ്യതയില്ല. ഞാനൊന്നും ചെയ്തു കൊടുത്തിട്ടല്ലല്ലോ അവർ വിജയിപ്പിച്ചത്, ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. അഡ്വാൻസ് എന്ന് പറയും, ഈ വോട്ടൊരു അഡ്വാൻസ് ആണ്. ഞാൻ ആ അഡ്വാൻസ് വാങ്ങിച്ചു, അതുകൊണ്ട് എനിക്ക് ഇവർക്ക് വേണ്ടി വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള ബോധ്യമുണ്ട്, അത് ചെയ്യും. ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടോ പാലക്കാട് ഉണ്ടാക്കിയ ഇമ്പാക്റ്റിന് മുകളിലൊരു ഇമ്പാക്റ്റ് ഈ ചങ്ങായി അടുത്ത ഒരു 5 വർഷം കൊണ്ട് പാലക്കാടുകാരുടെ ഇടയിലും പാലക്കാട്ടിലും കോൺഗ്രസ്സിലും കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാക്കുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. മിനിസ്റ്റർ ആവൂ ഇല്ല എന്ന് പറയാൻ പാടില്ല, ഇല്ലെങ്കിൽ വല്ല ബോർഡ് മെമ്പറോ അല്ലെങ്കിൽ ബോർഡിൻ്റെ തലപ്പത്തൊക്കെ വരുമായിരിക്കും, ഇങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ബട്ട് സ്റ്റിൽ എ ഗുഡ് പൊളിറ്റീഷ്യനുള്ള എല്ലാ പൊട്ടൻഷ്യലും കാണുന്നുണ്ട്. സംസാരത്തിൽ അതുണ്ട്, വിഷനിൽ അതുണ്ട്. ഓക്കെ, മേ ബി ഇപ്പോൾ ഷാഫിയൊക്കെ നിൽക്കുന്നത് പോലെ അടുത്തൊരു ഇലക്ഷൻ ലീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ മണ്ഡലത്തിലും ഓടിച്ചെല്ലാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ നേതാവായിട്ട് മാറാൻ പറ്റുന്ന കുറച്ച് ആളുകളിൽ ഒരാളാണ്. ലൈക്ക് ചാണ്ടി ഉമ്മൻ. ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് കയറ്റി നിർത്താം എന്ന് തോന്നുന്നു രമേഷ് പിഷാരടിയെ. ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് വെച്ചിട്ട് ഡെലിവർ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ഇനി വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ബട്ട് അറ്റ്ലീസ്റ്റ് കണക്റ്റ് ആകുന്നുണ്ടേ. അപ്പോൾ പാട്ടും പാടി ജയിച്ചു പാലക്കാട്. പാട്ട് പാടാതെ ജയിച്ചു. അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് തോന്നുന്ന പാട്ടും പാടി ജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നല്ലവണ്ണം രാവിലെ തൊട്ട് രാത്രി വരെ ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഒരിടത്ത് പറഞ്ഞുള്ള പോലെ പലയിടത്തും പറഞ്ഞു, അതായത് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു പാട്ട് മത്സരത്തിലൊക്കെ ജയിച്ചാലാണ് ഞാൻ ജയിച്ചു എന്ന വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇലക്ഷനല്ലേ, അതൊരു ജയിപ്പിക്കലാണ്. നമുക്ക് മത്സരിക്കാനേ പറ്റുള്ളൂ. ജയിപ്പിക്കുക, ജനങ്ങളാണ് അത് തീരുമാനിക്കുന്നതും ചെയ്യുന്നതും എല്ലാം അവരാണ്. അപ്പോൾ ജയിപ്പിച്ചത്, ജയിച്ചു എന്നുള്ളൊരു വാക്ക് അങ്ങനെ ഏകപക്ഷീയമായി പറയാൻ ഇലക്ഷന് പറ്റില്ല. ക്വാളിറ്റി മാൻ, ദിസ് ഈസ് ക്വാളിറ്റി. ഞാനൊരു പൊളിറ്റീഷ്യനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി ഇതാണ്. അതായത് എല്ലാവരും പറയുന്നേക്കാം ഭരിച്ചു ജയിപ്പിച്ചു, മനസ്സിലായോ? ലൈക്ക് ഭരിച്ചു ജയിച്ചു, ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭരിച്ചു, ഞാൻ ഭരിക്കുന്നു, ഞാൻ ഭരിക്കാൻ പോകുന്നു, ഞാൻ ജയിക്കുന്നു, ഞാൻ ജയിച്ചു. രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് എനിക്ക് നിങ്ങളെ ജയിപ്പിക്കുകയാണ് ജനങ്ങൾ എന്നുള്ള ബോധം നിങ്ങളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ജയിപ്പിച്ച് വിട്ട നാട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യും. ആ ബോധം ഇയാൾക്കുള്ളത് കൊണ്ടാണ് ഇയാൾ ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ വേറെ ഏത് കാൻഡിഡേറ്റ് ഇപ്പോൾ UDF ജയിച്ചത് എടുത്തു നോക്കുക, എല്ലാവരും പറഞ്ഞില്ല ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു. പിന്നെ പറയും എന്നെ ജയിപ്പിച്ച നാട്ടുകാർ, പിന്നെ പറയാം ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു. ഇപ്പോൾ രമേഷ് പിഷാരടി പറഞ്ഞ പോലെ എന്തെങ്കിലും എനിക്ക് ലാഭം കിട്ടുന്ന പരിപാടിക്ക് ഞാൻ ജയിച്ചതാണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിലാണോ? എന്നെ നാട്ടുകാർ ജയിപ്പിക്കുന്നത് നാട്ടുകാർക്കും കൂടി ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഞാൻ രാജാവായിട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ തമ്പുരാനായിട്ടിരുന്നിട്ടോ കാര്യമില്ല. ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ എന്നെ ജയിപ്പിച്ച നാട്ടുകാർക്ക് ജയിപ്പിച്ചത് ശരിയായി വിട്ട ലൈക്ക് ശരിക്കുള്ള ഒരാളെയാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ക്ലാരിറ്റി ഉണ്ട്. പാലക്കാട് മത്സരിച്ച സമയത്ത് ഇതൊരു മിമിക്രിക്കാരൻ വന്നിട്ട് അയാൾ തമാശ പറയുന്നു, കോമഡിക്കാരൻ ഇയാൾ വന്ന് എന്തൊക്കെ ചെയ്യുന്നു. അതെ, അത് ആളുകൾ എപ്പോഴും നമ്മൾ അങ്ങനെ വളരെ പ്രൊജുഡിയസ് ആയിട്ട് വലിയ വലിയ ആൾക്കാർ വരും പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ചിത്രകാരനാണോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഞാനൊരു പടം വരച്ച് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടില്ല. ഞാൻ പടം വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല. അപ്പം ഞാനൊരു പെയിൻറ്റും ബ്രഷും എടുത്ത് ഉടനെ തന്നെ ഇവൻ ഇനി എന്ത് പടം വരയ്ക്കാനാണെന്ന് നിങ്ങൾ പ്രൊജുഡീസ് ആയിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ വരച്ച് കണ്ടിട്ടില്ലാത്തതാണ്. പിന്നെ നമുക്ക് പൊളിറ്റിക്സ് ഇല്ല. പൊളിറ്റിക്സിന് എന്ത് ബോധ്യങ്ങളാണ് ഒരാൾക്കുള്ളത് എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. കാരണം ജനാധിപത്യം നിലനിൽക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ എല്ലാ തൊഴിലും ചെയ്യുന്ന ആളുകളുടെ വോട്ട് മേടിച്ചിട്ടാണ്. ആ വോട്ട് മേടിക്കാനും ആ വോട്ട് ചെയ്യാനും ഭരണം തീരുമാനിക്കാനും ഇവിടെ സമസ്ത മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാമെന്നിരിക്കെ അതിലൊരാൾക്ക് തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇയാൾക്ക് എന്തറിയാമെന്ന ചോദ്യത്തിന് സത്യത്തിൽ പ്രസക്തിയില്ല. നമ്മൾ ആരെയും, ഞാൻ എൻ്റെ കാര്യത്തിലല്ല പറയുന്നത്, ഒരാളെയും അങ്ങനെ കുറച്ചോ പ്രജുഡീസ് ആയിട്ടോ കാണരുത്. എഗെയിൻ എ ഗുഡ് വൺ. അതായത് ഇപ്പോൾ രമേഷ് പിഷാരടി അടക്കം പല സെലിബ്രിറ്റീസും വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് എന്തറിഞ്ഞിട്ടായി നിൽക്കുന്നത്. സെലിബ്രിറ്റി ആയി ഇതുവരെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ രാഷ്ട്രീയമല്ലത് പറയും. ഒരു അതൊരു ക്ലീശ സാധനം. ഇപ്പം ഞാനും പല സമയങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് ലൈൻ വെച്ച് നോക്കുമ്പോൾ കാര്യം കറക്റ്റാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ രമേഷ് പിഷാരടി കേസിൽ അതാണ് വെയിറ്റ് ചെയ്തത്. കാരണം എനിക്ക് എവിടെയോ ഒരു തോന്നൽ, ഇപ്പോൾ മാരാറുടെ കേസിലാണെങ്കിൽ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി പല സാഹചര്യങ്ങളും ഇപ്പോഴും
പലപ്പോഴായിട്ടൊക്കെ മാരാർ സംസാരിക്കുമ്പോൾ ഒരാളെ കൺവിൻസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് എന്നല്ലാതെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തകിട് പൊളിയും. അപ്പോൾ അതൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഉള്ളത് കൊണ്ട് തന്നെ വിഷൻ ഉണ്ട്, നോളജ് ഉണ്ട്, പക്ഷേ മുന്നോട്ട് എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു ഉറപ്പ് നമുക്ക് ഇല്ല എന്നുള്ളതാണ് മാരാറുടെ ഒരു വിഷയം. റോബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനിൽ നിന്ന സമയത്ത് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് നോളജ് ഉണ്ടായിരുന്നില്ല. മേ ബി അക്വയർ ചെയ്യുമായിരിക്കും ഇനി മുന്നോട്ട്. സംസാരിക്കാനും അധികം നിന്നിട്ടില്ല. അതൊരു ഓക്കെ സാധനം പിടിച്ച് പോയി. അതൊരു എന്താ പറയുക, ഞാൻ ട്രോൾ ആവില്ല എന്നുള്ളത് മനസ്സിലുള്ളത് കൊണ്ട് എന്നിട്ടും കയ്യിൽ നിന്ന് പോയി വാള് പിടിച്ച് തുള്ളിയത്. അപ്പോൾ അതിൻ്റെ അഞ്ജലി ആണെങ്കിലും ചക്കക്കേസ് ആണെങ്കിലും അപ്പോൾ നിന്ന എല്ലാവരും അതിനകത്ത് ഒരുപാട് സെലിബ്രിറ്റി മുഖങ്ങൾ നിന്നതൊക്കെ ആരും അങ്ങനെ എന്താ പറയുക, ഈ ഒരു കൈൻഡ് ഓഫ് എന്താ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാളെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് ഇയാൾക്ക് ഫീൽ ചെയ്യിച്ചിട്ടില്ല. എന്ത്, ഇയാൾക്ക് രാഷ്ട്രീയം അറിയൂ, ഇയാൾ പറയട്ടെ, ഇനി വെയിറ്റ് ചെയ്യിക്കാനാണ് ഫീൽ ചെയ്യിച്ചത്. മനസ്സിലായില്ലേ? എനിക്ക് രമേഷ് പിഷാരടി ഒന്ന് കേൾക്കണം എന്നുണ്ട്. ഇയാൾ രാഷ്ട്രീയം പറയുമ്പോഴും ഇയാളെ വിഷൻ പറയുമ്പോഴും ഇയാൾ രാഷ്ട്രീയം സംസാരിക്കുന്നൊന്ന് കേൾക്കണം. അത് ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇയാൾക്കൊരു എക്സ് ഫാക്ടറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, ബാക്കിയുള്ള സെലിബ്രിറ്റി മുഖങ്ങളേക്കാൾ കൂടുതൽ ഒരു എഡ്ജ്. ഈ കളർ ഷർട്ട്, ഇങ്ങനെയുള്ള കളർഫുള്ളായിട്ടുള്ള ഷർട്ടുകൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഞാൻ ഇലക്ഷൻ്റെ സമയത്തും ഈ വെള്ളയാണ്, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. വെള്ളയും ഈ വെള്ളയും നമ്മൾ പണ്ടിടുമായിരുന്നു, കളറും പണ്ടിടുമായിരുന്നു. പിന്നെ ഒരുപാട് അങ്ങോട്ട് ഞങ്ങളുടെ പടത്തിൽ തന്നെ നല്ലവനായ ഉണ്ണി വന്ന പോലെ ചേരാത്ത സ്ഥലത്ത് ചേരാത്ത ഡ്രസ്സ് ഇടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചേരാത്ത സ്ഥലത്ത് ചേരാത്ത ഡ്രസ്സ് ഇട്ടതായിട്ട് രാഷ്ട്രീയ ഈ ഇലക്ഷൻ സമയത്ത് ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് ശരിയല്ല. അതെല്ലാം നമ്മൾ ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്ക് അവനവനെ കാണാൻ ഇഷ്ടമുള്ള പോലെ കാണാമല്ലോ. പണ്ട് ഈ നമ്മൾ ടി വിയിൽ റെഗുലർ ഷോ ചെയ്യുന്ന സമയത്ത് ഒരു കാലത്ത് ധർമ്മന് ഞാനും ചെയ്യുമ്പം നമ്മൾ പറയും നമുക്ക് ആഗ്രഹമുള്ള തൊഴിലെല്ലാം ചെയ്യാം. കോസ്റ്റ്യൂം അവിടെ ചാനലിൽ എഴുതി കൊടുത്താൽ അവർ തരുമല്ലോ. ഒരു ദിവസം ഞങ്ങൾ പൈലറ്റാവും, അടുത്ത ദിവസം വക്കീലാവും, ജഡ്ജാവും, രാജാവാകും. അങ്ങനെ ഞങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ ഡ്രസ്സും ഒരു കാലഘട്ടം മുഴുവൻ ഞങ്ങൾ വേഷം കെട്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞാൽ ഭയങ്കര ഫ്ലാഷി കളറൊക്കെ ഇനി ഇട്ടുകൊണ്ട് നടന്നാൽ ആൾക്കാരുടെ ഇവരെന്താ ഇങ്ങനെ നടക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഇട്ട് നടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ലൈക്ക് മാത്യു കുഴൽനാടനൊക്കെ ചെയ്യുന്ന പോലെ ഡ്രസ്സ് ചെയ്യാം. വി.ഡി. സതീശനൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ രാഷ്ട്രീയത്തിൽ കയറി എന്ന് വിചാരിച്ചിട്ട് സ്വന്തം വ്യക്തി സ്വാതന്ത്ര്യം എടുത്ത് പണയം വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നാദിർഷേൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിൽ ചെങ്ങായി കുത്തി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ നാദിർഷ പോഡ്കാസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ രസമായിരിക്കും. ഇങ്ങനെ സിനിമ ഫീൽഡിലുള്ളവർ ആക്സസ് ചെയ്യാൻ നാദിർഷയ്ക്ക് കുറച്ചും കൂടി ഈസിയാണ്. സിനിമാക്കാരെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്. ഇത് നല്ല ക്വസ്റ്റ്യനാണ്, കാരണം കറക്റ്റ് സാധനം. രമേഷ് പിഷാരടി വീണില്ല എന്നുള്ളതാണ്. അതായത് ചേരാത്ത വേഷം എടുത്തണിഞ്ഞ കാൻഡിഡേറ്റ് ആരും നോക്കിയപ്പോൾ പെട്ടെന്ന് ആരുടെയും പേര് പറഞ്ഞ പണി കളയും. അവിടുന്ന് രമേഷ് പിഷാരടി ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ആരുടെ പേരും പറഞ്ഞില്ല. ആൻഡ് അതൊരു നല്ല ത്രോ ആയിരുന്നു നാദിർഷയുടെ ഭാഗത്തുനിന്ന്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ രാഷ്ട്രീയക്കാരെന്തിനാണ് അതിങ്ങനെ നമ്മളിൽ നിന്ന്, ഒരു സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് നമ്മുടെ ഒരു പ്രതിനിധിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയക്കാരൻ അല്ലേ. അയാളെന്തിനാ നമ്മളെക്കാൾ വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് വെള്ളിയിട്ട് നടക്കുന്നത്? ഈ വെള്ളിയും തന്നെ പറഞ്ഞാൽ തന്നെ ഒരു തരം ഫേക്ക് സാധനമാണ്. വെള്ളിയും അതായത് പ്യുവർ പ്യൂരിറ്റി അങ്ങനെയൊക്കെയാണല്ലോ സൊസൈറ്റിയിൽ പറയുന്നത്. വെളുപ്പിന് മറ്റേ എന്തില്ല, മോശമില്ല, വെളുപ്പ് നല്ലതാണ്, വെളുപ്പ് ഫേക്കല്ല, അങ്ങനെയൊക്കെയാണ് സംഗതി. ഇപ്പോൾ വെളുപ്പിന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണേ എന്തിന്? എന്താ കറുപ്പിട്ട് നടന്ന എന്തൊരു രാഷ്ട്രീയക്കാരൻ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്തൊരു കറുപ്പ് ഡ്രസ്സ് ഇട്ട് നടന്ന എന്തൊരു രാഷ്ട്രീയക്കാരൻ, കറുപ്പിന് എന്തെങ്കിലും പ്രശ്നം? ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള പലരെയും എനിക്ക് കാണുമ്പോൾ പല നേതാക്കന്മാരോട് ഞാൻ പേഴ്സണലി ചോദിച്ചാൽ എന്തിനാണ് ഈ വെള്ളിയിട്ട് നടക്കുന്നത്? ഈ വെള്ളയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഈ വെള്ളം കൊണ്ട് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്? സമാധാനമോ പ്യൂരിറ്റിയോ? ബാക്കിയുള്ള കളറിന് അതില്ലേ? എന്താ ബാക്കി കളേഴ്സ് ഇട്ട് നടന്നാൽ എന്താ? രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഔട്ട്സൈഡ് നിങ്ങൾ വേറെ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു ഡ്രസ്സിങ് ഇങ്ങനെ സെപ്പറേറ്റ് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സിങ് പാറ്റേൺ എത്ര രാജ്യങ്ങളിലുണ്ട്? സാധാരണക്കാരെ ട്രൗസറും പനിയിലിട്ട് പോകുന്ന രാഷ്ട്രീയക്കാരുള്ള പല രാജ്യങ്ങളുണ്ട് ഇല്ലേ, പല നാടുമുണ്ട്. അപ്പോൾ ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു മാസ് മെജോറിറ്റി അപ്പീലിംഗ് ആയതെങ്ങനെയാണ്? എങ്ങനെ നെക്സ്റ്റ് ഡോർ ബോയ് ആയത് അയാൾ പ്രചരണത്തിനടക്കം സൈക്കിൾ കൊടുത്തിട്ട് ജേഴ്സി ഇട്ടാൽ പോയത്. അപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഇതെന്താ പറയുക, ഒരു രാഷ്ട്രീയക്കാരനെ നമ്മുടെ നാട്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു കോൺഗ്രസ്സുകാരനെ കണ്ടാൽ, ഒരു സീസൺഡ് കോൺഗ്രസ്സുകാരനെ കണ്ടാൽ അറിയാം, ഒരു സീസൺഡ് കമ്മീനെ കണ്ടാൽ അറിയാം. അതങ്ങനെ ആയിപ്പോയി. ഒരു സംഗീനെ കണ്ടറിയാം, എല്ലാവരും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇവരുടെ ഡ്രസ്സിങ്.
അതായത് ഞങ്ങളുടെ തൊഴിൽ എന്തോ തൊഴിൽ ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ എനിക്ക് എന്തൊരു യൂണിഫോം ഇടണ പോലെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് കാണിക്കുക. നാട്ടുകാർക്ക് വേണ്ടിയില്ലേ പണിയെടുക്കുന്നത്? അപ്പോൾ നാട്ടുകാരെ പോലെ ഡ്രസ്സ് ചെയ്ത് സാധാരണക്കാരെ പോലെ ഡ്രസ്സ് ചെയ്താൽ പോരെ. ഞാൻ പറയുമ്പോൾ രമേഷ് പിഷാരടി ആ ലൈൻ മാറിക്കഴിഞ്ഞാൽ അത് ക്ലീശയാണ്. ഈ ഞാനും മമ്മൂക്കയുമായിട്ട് നിൽക്കുന്നതിൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല, അറിയാലോ. പക്ഷേ പാലക്കാട് ചിലർക്ക് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നെ കൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രസക്തി കൂടുതൽ അവിടെ നിൽക്കുന്നതിനാണ്. മറ്റേത് ഞാൻ സഹിച്ചാൽ മതിയല്ലോ. അല്ല, ഇതിനകത്ത് ഇനി പേഴ്സണലി എനിക്ക് പറയാമല്ലോ, നമ്മൾ തമ്മിലുള്ള ഈ ഇതിൽ നമ്മളുടെ സംഘടനയിൽ പോലും ഇപ്പോൾ മിമിക്രി സംഘടനയിൽ എന്ന് പറയുന്ന സംഘടനയിൽ നമ്മളെല്ലാം അതിൻ്റെ മെമ്പേഴ്സാണ്, പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് പലപ്പോഴും പല ആളുകൾക്കും നമ്മളുടെ സിനിമയിലുള്ളതും മിമിക്രിയിലുള്ളത് അല്ലാത്തതുമായിട്ടുള്ളവർക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോഴും പിഷാരടി മുഖേന മമ്മൂക്കയുടെ എന്താണ് മറ്റേ ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒറ്റൊരു ഫോൺ കോളിൽ ഒരുപാട് പേർക്ക് ഫ്രീ ചികിത്സ, അത് ലക്ഷങ്ങൾ മുടക്കേണ്ട ചികിത്സകൾ, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബന്ധം കൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം നൽകിയിരിക്കുന്നതാണ്. ഞാനിത് ഒരിക്കൽ മറ്റൊരു രീതിയിൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുഖേന എന്നുള്ളതല്ല കേട്ടോ, അതെപ്പോഴും അത് വന്ന ആളുടെ ഒരു ഭാഗ്യമാണ്. എങ്ങനെയോ അവിടെ എത്തുന്നു എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതെന്ന് പറയുന്നത് അവരുടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ്. നമ്മളതിനൊരു കാരണമാകുന്നു, നമ്മളല്ലെങ്കിൽ മറ്റൊരാൾ അതിന് കാരണമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മമ്മൂട്ടി ഫാക്ടറാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. രമേഷ് പിഷാരടി ഓബിയസ്ലി പാലക്കാട്ടിലേക്ക് താമസം മാറും, അയാളുടെ ആക്ടിവിറ്റീസൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മമ്മൂട്ടിയുടെ കൂടെയാണ് ഒരുപാട് നമ്മൾ രമേഷ് പിഷാരടി അടുത്ത് കണ്ടിട്ടുള്ളത്. സിനിമയിലും അല്ലെങ്കിൽ അയാളുടെ ബാക്കി സ്റ്റേജ് ഷോയിലോ അല്ലെങ്കിൽ TV പ്രോഗ്രാംസിലോ ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ മമ്മൂക്കയോടൊപ്പം നടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ആ ഒരു ബോണ്ട് പോകുമോ? ഇപ്പം ഇത് സംസാരിക്കുമ്പോഴാണ് എനിക്ക് മറ്റേത് കണക്ട് ആവുന്നത്. ഷാഫി പറമ്പിലിൻ്റെ അത് മറ്റേ ഉള്ള സമയത്ത് മമ്മൂട്ടീനെ വിളിച്ചിട്ട് പാലക്കാട്ടിലേക്ക് കൊണ്ടുവരാം. ഞാൻ അന്ന് സീരിയസ്ലി ഇവരുടെ ബോണ്ട് എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല. അപ്പോൾ മമ്മൂട്ടിയുടെ ഒപ്പം രമേഷ് പിഷാരടി പോകുന്നു, എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടുമായിരിക്കും. ഇറ്റ്സ് ഗുഡ്. സി എൻഡ് ഓഫ് ദ ഡേ രമേഷ് പിഷാരടിക്ക് വളരെ നല്ല ബോധ്യമുണ്ട്, നാട്ടുകാർ ജയിപ്പിച്ച് വിട്ടതാണ്. മമ്മൂട്ടീൻ്റെ ഒപ്പം പോയി അവിടെ മമ്മൂട്ടി ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ എന്നുള്ള രീതിക്ക് അവിടെ ഉണ്ട്. മമ്മൂട്ടിക്ക് ചെയ്യാനുള്ളത് മമ്മൂട്ടി ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ നോക്കേണ്ടത് രമേഷ് പിഷാരടിയാണ്. ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ നാട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റി രമേഷ് പിഷാരടിയുടെ ഷോൾഡറിലാണ്. അവിടെ കമ്മിറ്റ്മെൻറ്റ്സോ സ്നേഹമോ ഇഷ്ടമോ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്ത് തീർക്കണം എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ മാറി നിൽക്കുന്ന ഫാക്ടറിനെ കുറിച്ചാണ് അതിന് സംസാരിച്ചിട്ടുള്ളത്. ആരോഗ്യ വകുപ്പിന് കീഴേ ഒരു മാനസികാരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ ഉണ്ടായാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും വർത്തമാനകാലത്തിൽ ആ ഒരു സ്ഥലത്ത് വളരെ വീക്കാണ്. ആരോഗ്യവകുപ്പാണ്ട് അതിനൊരു ഇപ്പം വിദ്യാഭ്യാസം, നമ്മൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അല്ലാത്ത വിദ്യാഭ്യാസ വകുപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ മാനസികാരോഗ്യം വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സ്ഥലമാണ്. മാനസികമായ സന്തോഷം നമ്മളുടെ എല്ലാ സ്ഥലത്തും ആവശ്യമാണ്. ഞാനിതിനെപ്പറ്റി ആദ്യം ജനങ്ങളുടെ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട്, ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, അവിടെ ഒരു വികസനം വരിക എന്ന് പറയുന്നത് ഒരാൾക്ക് മാനസികമായിട്ട് സന്തോഷമുള്ളൊരു കാര്യമല്ലേ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ നല്ലൊരു പാർക്കിൽ പോയിരുന്നാലും അവിടെ നിങ്ങൾ കടൽ തീരത്ത് പോയിരുന്നാലും നിങ്ങൾക്ക് വ്യക്തിപരമായി മാനസികമായ സന്തോഷം ഇല്ലാതെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വ്യക്തിപരമായി നല്ല മാനസികമായ സന്തോഷത്തിലിരിക്കുന്നെങ്കിൽ നിങ്ങൾ എവിടെ എങ്ങനെ ഇരുന്നാലും നിങ്ങൾ കുറച്ചൊക്കെ ഹാപ്പി ആകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പം അതൊരു വളരെ നമ്മൾ കാണേണ്ട, കരുതേണ്ട ഒരു ഏരിയ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല. കാരണം ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് അധികാരമാണ് സംസാരിച്ച് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അപ്പം ഒന്നും വേണ്ട, നമ്മുടെ പോലീസുകാരുടെ ഇടയിൽ തന്നെ എടുത്ത് നോക്കിയാൽ മതി. പോലീസുകാരെന്ന് പറയുമ്പോൾ നമുക്ക് 24/7 അവർ നമുക്ക് വേണ്ടി സർവീസിലാണ്. ഓക്കെ, ഒബ്വിയസ്ലി അവരുടെ ജോബാണ്, അവർ സാലറി വാങ്ങുന്നത്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഏറ്റവും കൂടുതൽ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അവർ. രാത്രി എന്നില്ല, പകൽ എന്നില്ല, മഴ എന്നില്ല, എന്ത് പ്രശ്നത്തിനും എവിടെയും ഇവരുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ടാവും. പോലീസ് മാത്രമല്ല, ഞാൻ ആ ഒരു സർവീസ് നമുക്ക് തരുന്ന എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് പറയുന്നത്. ഈവൻ ഡോക്ടേഴ്സ്, നഴ്സുമാർ, എല്ലാവരും ഞാൻ പറയുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മുതൽ ഒരു കുട്ടി മുതൽ അങ്ങോട്ട് എല്ലാവർക്കും മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു വലിയ സീനാണ് ഇപ്പോൾ. അപ്പോൾ അത് ടേക്ക് കെയർ ചെയ്യാൻ ഒരു സബ്ബായിട്ടുള്ളൊരു പുതിയൊരു സിസ്റ്റം തുടങ്ങുന്നത്, ദാറ്റ് കോൺസെപ്റ്റ് ഈസ് റിയലി ഗുഡ്. അത് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. MLA ആണ്, മന്ത്രിയാവുമെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഭരിക്കുന്ന പാർട്ടിയിൽ ഒരു
സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. മേ ബി പല കാര്യങ്ങളും പിച്ച് ചെയ്യാൻ പറ്റുന്ന കൂട്ടത്തിൽ ഇത് പിച്ച് ചെയ്ത് ഇത് എക്സിക്യൂട്ട് ചെയ്താൽ ഒരു നല്ല ഇനീഷ്യേറ്റീവാണ്. ഇതിൻ്റെ ഉത്തരവാദമാണ്. പാർട്ടിയുടെ തീരുമാനത്തിനാണോ ജനങ്ങളുടെ തീരുമാനത്തിനാണോ പ്രാധാന്യം ഇനി കൽപ്പിക്കുക? എല്ലാ കാലത്തും ജനങ്ങളുടെ തീരുമാനത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കാൻ പാടുള്ളൂ. നമ്മൾ ശരിക്ക് ഭയങ്കര കൺഫ്യൂസ് ചെയ്യുന്ന 2 വാക്കുകൾ രാഷ്ട്രീയത്തിലുള്ളത് പാർട്ടി പ്രവർത്തകനും പൊതുപ്രവർത്തകനുമാണ്. ഇത് നമ്മൾ ഈ പാർട്ടി പ്രവർത്തകനും പൊതുപ്രവർത്തകനും കേൾവിയിൽ ഒന്നുപോലെ തോന്നുമെങ്കിലും പൊതുവെ നമ്മൾ ആദ്യം ആയിരിക്കേണ്ടത് പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തനത്തിന് നമ്മൾ പിടിക്കുന്ന ഏതെങ്കിലും ഒരു ആശയം മാത്രമാണ് പാർട്ടി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അത് പൊതുവെ പക്ഷേ UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എല്ലാ കാലത്തും അങ്ങനെയാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറൊക്കെ 50 വർഷം ഒരു മണ്ഡലം ഭരിച്ചാൽ പോലും ആ മണ്ഡലം ഒരു പാർട്ടി ഗ്രാമം എന്നൊന്നും ഒരിക്കലും അറിയപ്പെടില്ല. അവിടെയുള്ള വ്യക്തികൾക്ക് അവിടെ എല്ലാവർക്കും പ്രവർത്തിക്കാം, എല്ലാവർക്കും ചെല്ലാൻ പോകാൻ പറ്റും. അല്ല, 50 വർഷം ഭരിച്ചിട്ടുണ്ടല്ലോ ഒരേ മണ്ഡലം, അതൊരു പാർട്ടി ഗ്രാമമൊന്നും ആവുന്നില്ലല്ലോ. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പൊതുപ്രവർത്തനമായിട്ട് തന്നെ കാണുന്നതാണ്. പാർട്ടി പ്രവർത്തനം കൂടുന്തോറും പാർട്ടിയുടേതായ കുറേ കാര്യങ്ങൾ എല്ലാ കാലത്തും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ടി വരും. അതിനകത്തൊരു ആശയപ്രചരണത്തിൻ്റെ ഭാഗം കിടപ്പുണ്ട്. ഭരണഘടന അനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെപ്പോഴും പൊതുപ്രവർത്തനമാണ് നമുക്ക് കൂടുതൽ ചെയ്യേണ്ടത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൺക്ലൂഷൻ ജനങ്ങളുടെ താല്പര്യത്തിനായിരിക്കും എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് പൊതുപ്രവർത്തനമൊക്കെ പാർട്ടി പ്രവർത്തനമാവും. കൈയടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു ഫോണിൽ കൈയും ഇങ്ങനെ അടിക്കുക. കറക്റ്റ് സാധനമാണ്, വെയിറ്റ് കറക്റ്റ്. ഇവിടുത്തെ ഒരു മോസ്റ്റ് മെജോറിറ്റി രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പരിപാടി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നാട്ടുകാരോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഓക്കെ, നാട്ടുകാരോട് കമ്മിറ്റ്മെൻ്റ് ഇടുന്നുള്ള അഭിനയം കാണിക്കും വോട്ട് ചോദിച്ച് വരുമ്പോൾ ഇലക്ഷൻ്റെ സമയത്ത്. അല്ലാത്ത പക്ഷം പാർട്ടി തറവാടാണ്, പാർട്ടിയിൽ നിന്ന് കുറേ നിയമങ്ങൾ വരും, ഈവൻ ഡ്രസ്സിങ് അടക്കം പാർട്ടിയിൽ നിന്ന് പറയും, ഒക്കെ പാർട്ടി. ജനങ്ങളെന്താ? പൊതുപ്രവർത്തകൻ എന്നുള്ളത് പൊതുപ്രവർത്തകൻ തന്നെയാണ്. നാട്ടുകാർക്ക് വേണ്ടി നിൽക്കാൻ പറ്റണം. അല്ലാതെ ഓക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ബാക്കപ്പ് ഒക്കെ ആ ഒരു സിസ്റ്റം അതെടുത്തോ, അതിൻ്റെ ഹെൽപ്പ് എടുത്തോ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ പാർട്ടിയുടെ മുകളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ലേ അഡ്രസ്സ് ചെയ്യേണ്ടത്. പക്ഷേ പാർട്ടിയുടെ താല്പര്യങ്ങളും പാർട്ടിയുടെ പരിപാടികളും ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. അത് രമേശ് പിഷാരടി പിൻ പോയിൻ്റ്. അത് ഞാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങേരുടെ ഈ ഒരു ഇൻ്റർവ്യൂ, ഇതിനു മുമ്പ് കുറേ ബൈറ്റുകൾ, ഇപ്പോൾ ഇയാൾ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ഇയാളുടെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഒരുപാട് പേരിപ്പോൾ MLA നിന്ന് ജയിച്ചിട്ടുണ്ട്, പലരും സംസാരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് അവരിലൊന്നും ഇല്ലാത്തൊരു തരം ക്ലാരിറ്റി ഈ വ്യക്തിക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിലുപരി ആളുകളെ മനസ്സിലാക്കി, ജനങ്ങളെ മനസ്സിലാക്കി, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം, ഇറങ്ങണം എന്ന് താല്പര്യമുള്ളൊരു വ്യക്തിയായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും എക്സിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ലേശം പ്രശ്നമാണ്. അതിന് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെന്നുണ്ടെങ്കിലും. കാരണം അതങ്ങനെയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പൊളിറ്റിക്കൽ കരിയറൊക്കെ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു ലൈനാണ് ഈ മനുഷ്യൻ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സോ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യം എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്നു. എനിക്ക് ഇയാളുടെ രാഷ്ട്രീയം അറിയാനും ഇയാളുടെ രാഷ്ട്രീയം സംസാരിക്കുന്നത് കേൾക്കാനും താല്പര്യം ഉണ്ടായിരുന്നു. സംസാരിച്ച് തുടങ്ങി. ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം മുന്നോട്ട്. രമേശ് പിഷാരടി സംബിയർ ഐ ഫീൽ ലൈക്ക് മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ, ഷാഫിയേക്കാൾ കൂടുതൽ പാലക്കാട്ടുകാർ ഇനി ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത് ഈ മനുഷ്യനെ ആയിരിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്.